ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ CPOയുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റ്സ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതും അതുപോലെ നമ്മളിപ്പോൾ ഏപ്രിൽ 10 അവസാനിച്ച കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഓൾറെഡി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇതുവരെ പോലീസ് കോൺസ്റ്റബിളിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ലെ ഈ പറയുന്ന പോലെ പല ബറ്റാലിയനിൽ നിന്നായിട്ടുള്ള ആകെ വേക്കൻസീസും എല്ലാം വെച്ചുകൊണ്ട് മെയിൻ ലിസ്റ്റും അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റും നിലവിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ നമ്മുടെ CPOടത് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3776 പേരാണ് ആകെ ഇപ്പൊ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ആകെ ഇപ്പോൾ ഇത്രയും പേരാണ്, 3776 പേരാണ്. അതിൽ സപ്ലിമെന്ററി മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന 2738 പേരും. ഓക്കെ, 3776 പേരാണ് ആകെ വന്നത്. അതിൽ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 2738 പേരാണ് ആകെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് 1038 പേരുമാണ്. 1038 പേരുമാണ് ആകെ നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് അല്ലെ, കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് എന്ന് പറയുന്ന കാരണം ഏപ്രിൽ 10 കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചത്. ഏപ്രിൽ 10 വരെയായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം കഴിഞ്ഞ ലിസ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 661 പേരാണ്, ഏകദേശം 661 പേരാണ് അധികമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിലത്തെ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിലവിലത്തെ ലിസ്റ്റിൽ ഏകദേശം 661 പേരെ അധികമായിട്ട് ഉൾപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. കഴിഞ്ഞതിൽ നിന്നും ഏകദേശം 2500 അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിലവിൽ വന്ന ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആകെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3776. അതിൽ 2738 പേര് മെയിൻ ലിസ്റ്റിലും 1038 പേരാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ബേസിസിലുള്ള ഓരോ ജില്ലയും ബറ്റാലിയും അനുസരിച്ച് എത്ര വേക്കൻസിയാണ്, എത്ര പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ ആകെ 679 പേര്, മലപ്പുറത്ത് 565, എറണാകുളത്ത് 542 പേരാണ്, തൃശ്ശൂരിലാകെ 370. മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ പത്തനംതിട്ടയിലാണെങ്കിൽ 499, കാസർഗോഡ് 562, ഇടുക്കിയിൽ 559. അങ്ങനെയാണ് ആകെ 3776 എന്ത് വന്നിരിക്കുന്നത്, ആകെ പെറ റാങ്ക് ലിസ്റ്റുകൾക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് കൂടാതെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഒരു 35 ഒഴിവുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, 35 വേക്കൻസിയും കൂടെ നിലവിൽ CPO എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരള PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ കാലാവധി കഴിഞ്ഞ അല്ലെങ്കിൽ ഏപ്രിൽ 10 കാലാവധി കഴിഞ്ഞ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ ഒരു 35 പേരെയും കൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും, പുതിയതായിട്ട് സർവീസിലേക്ക് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 35 പേരും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 35 പേരെ ഇപ്പൊ നിലവിൽ എന്താണ്, ഏപ്രിൽ 10 കാലാവധി കഴിഞ്ഞ ആ ഒരു ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, 35 പേരെയും കൂടെ ഉൾപ്പെടുത്തും എന്നുള്ള ഒരു അറിയിപ്പാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ഇത് കൂടാതെ നമുക്കറിയാം നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ ഈ വർഷം നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾക്ക് എല്ലാം വേണ്ടിയിട്ടുള്ള ബാച്ചസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CPO, WCPO, BFO, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആൻഡ് നമ്മുടെ വിമൺ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് എല്ലാമുള്ള നമ്മുടെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മറ്റ് എക്സാമുകൾ പോലെ അല്ല, സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന ജോലികളാണ് നമ്മുടെ 12th ലെവൽ നമ്മുടെ യൂണിഫോം ജോബ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഫോഴ്സ് ജോബുകളിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചസ് ആണ് നമ്മുടെ സല്യൂട്ട് ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാ ടോപ്പിക്സിനും അല്ലെങ്കിൽ എല്ലാ എക്സാംസിനായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കംപ്ലീറ്റ് സിലബസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വിത്ത് PYQ ബേസ്ഡ് റിവിഷൻസും ഉണ്ടാകും. അതോടൊപ്പം റെഗുലർ ബേസിസിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിലായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ വരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിനകത്തൊന്നും നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. പഠിക്കേണ്ട ടോപ്പിക്സ്, അതിന്റെ ക്ലാസ്സുകൾ, നോട്ട്സ് എല്ലാം റെഗുലർലി ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ മോക്ക് ടെസ്റ്റുകളും റിവിഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസും ഉണ്ടാകും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എവിടെയൊക്കെയാണ് ഫോക്കസ് കൂടുതലായിട്ട് കൊടുക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ആൻഡ് SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സും അതുപോലെ തന്നെ കറന്റ് അഫേഴ്സിന് സ്പെഷ്യൽ സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് യൂണിഫോം ജോബ്സിന് വേണ്ടിയുള്ളത്. സോ താല്പര്യമുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക, പ്രിപ്പറേഷൻസ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.